രോഹിത് ശർമ്മ മാറി, വിരാട് കോഹ്ലി മാറി, ക്യാപ്റ്റൻ അടക്കം ടീമിൽ വലിയ അഴിച്ചുപണികൾ വന്നു. എന്നിട്ടും ടെസ്റ്റിൽ ഇന്ത്യക്ക് രക്ഷയില്ല. ലീഡ്സിലും ഇന്ത്യ തോറ്റിരിക്കുന്നു. അതും ഒരു വേള കളിയുടെ നിയന്ത്രണം ഇന്ത്യയുടെ വരുതിയിലെന്ന് കരുതിയ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് ചോദിച്ചു വാങ്ങിയ തോൽവി. അവസാന 9 ടെസ്റ്റുകളിൽ ഇന്ത്യയുടെ 7ാമത്തെ തോൽവിയാണിത്. പിഴച്ചത് എവിടെയാണ്? ടീം സെലക്ഷനിലാണോ അതോ താരങ്ങളുടെ പ്രകടനമാണോ പ്രശ്നം? എന്താണ് ടെസ്റ്റിൽ ഇന്ത്യക്ക് സംഭവിക്കുന്നത്? 5 വ്യക്തിഗത സെഞ്ചുറികൾ, ഒരു 5 വിക്കറ്റ് നേട്ടം, 2 ഇന്നിംഗ്സിലുമായി 835 റൺസ്. എന്നിട്ടും ഇന്ത്യ തോറ്റു എന്നത് അവിശ്വസനീയമാണ്. IPL-ലെ മോശം പ്രകടനം കാറ്റിൽ പറത്തി ടെസ്റ്റിൽ താൻ ഹീറോയാണെന്ന് തെളിയിച്ച ഋഷഭ് പന്ത് 2 ഇന്നിംഗ്സിലും സെഞ്ചുറി അടിച്ചു. പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും KL രാഹുലും സെഞ്ചുറി നേടി. ഇതെല്ലാം ഇന്ത്യക്ക് നേട്ടങ്ങളാണ്. എന്നാൽ ഇങ്ങനെ ഒരു ടെസ്റ്റിൽ ആകെ 5 സെഞ്ചുറി പിറന്നിട്ടും ആ കളിയിൽ തോൽവി നേരിടുന്ന ആദ്യ ടീം എന്ന ചീത്തപ്പേരും ഇനി ഇന്ത്യക്കാണ്. പരാജയമായ വാലറ്റത്തെയും മൂർച്ചയില്ലാത്ത ബൗളിങ്ങിനെയും കൈവിട്ട ക്യാച്ചുകളെയും ഇന്ത്യക്ക് പഴിക്കാം. മുൻനിര ബാറ്റർമാരുടെ പ്രകടനത്തിലേക്ക് വന്നാൽ ഒരു പരിധിവരെ കാര്യങ്ങൾ ഓക്കെയാണ്. വാലറ്റത്താണ് തലവേദന. മുൻനിര വലിയ സ്കോറുകൾ കണ്ടെത്തിയിട്ടും വാലറ്റം കളിമറന്ന് വന്ന പാടെ മടങ്ങി. 2 ഇന്നിംഗ്സിലും ശക്തമായ നിലയിലെത്തിയ ശേഷമായിരുന്നു ഇന്ത്യയുടെ തകർച്ച. ആദ്യ ഇന്നിംഗ്സിൽ 41 റൺസിനിടെ അവസാന 7 വിക്കറ്റുകൾ നഷ്ടമായി. 2ാം ഇന്നിംഗ്സിൽ അവസാന 6 ബാറ്റർമാർ കൂടാരം കയറിയത് 31 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ. 8 മുതൽ 11 വരെയുള്ള വാലറ്റക്കാർ 2 ഇന്നിംഗ്സുകളിൽ നിന്നായി ആകെ സംഭാവന ചെയ്തത് 9 റൺസ്. കളി ഇന്ത്യക്ക് നഷ്ടമാകാൻ പ്രധാന കാരണവും ഫിനിഷിംഗിലെ ഈ പിഴവാണ്. സമീപകാലത്ത് തന്നെ ഇന്ത്യൻ വാലറ്റം കാത്ത മത്സരഫലങ്ങൾ ടീം മറക്കാതിരുന്നാൽ നന്നായേനെ. ബൗളിംഗിലേക്ക് വന്നാൽ ബുംറ എന്ന ഒരൊറ്റ വജ്രായുധത്തിൽ ഒതുങ്ങും കാര്യങ്ങൾ. ഓവർ ടൈം പണിയെടുക്കുന്ന പോലെ ഒരറ്റത്ത് ബുംറ പന്തെറിഞ്ഞുകൊണ്ടേയിരുന്നു. മതിയായ പിന്തുണ നൽകാൻ മറ്റു ബൗളർമാർക്ക് സാധിച്ചില്ല. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ ബുംറയ്ക്ക് പക്ഷേ 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ബുംറ നിറം മങ്ങിയതോടെ 2ാം ഇന്നിംഗ്സിൽ ബൗളിംഗിലെ ആകെയുള്ള മൂർച്ചയും നഷ്ടമായി. ഇതിനൊപ്പം അമ്പേ പാളിയ ഇന്ത്യയുടെ ഫീൽഡിങ്ങും കാര്യങ്ങൾ തീരുമാനമാക്കി. ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണ് പൊതുവെ ക്രിക്കറ്റിൽ പറയാറുള്ളത്. അത് ശരിവെക്കുന്നതാണ് ലീഡ്സിലെ ഇന്ത്യയുടെ തോൽവി. കൈവിട്ട് കളഞ്ഞത് നിർണായകമായ 6 ക്യാച്ചുകൾ. ഇതിൽ ജയ്സ്വാൾ മാത്രം കൈവിട്ടത് 4 ക്യാച്ചുകൾ. ഇംഗ്ലണ്ടിന് വിജയം വെച്ചു നീട്ടിയതും ജയ്സ്വാൾ കൈവിട്ട ആ ക്യാച്ചുകളാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാതെ ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യൻ താരങ്ങളുടെ ശരീരഭാഷയിൽ വിജയിക്കാനുള്ള ദാഹമില്ലായിരുന്നു എന്നത് വസ്തുതയാണ്. പലപ്പോഴും ഫീൽഡിലെ അച്ചടക്കമില്ലായ്മയും വിനയായി. പന്ത് മാറ്റിക്കിട്ടാൻ ഋഷഭ് പന്ത് അമ്പയറോട് കാണിച്ച അഗ്രഷന്റെ പകുതിയെങ്കിലും കളി ജയിക്കാൻ താരങ്ങൾ കളത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായേനെയെന്നും ആരാധകരുടെ വിമർശനമുണ്ട്. ഇതും വെച്ച് ഇന്ത്യ 5 ദിവസം കളി തള്ളിക്കൊണ്ടുപോയത് തന്നെ മഹാഭാഗ്യമെന്ന് പറയുന്ന കമന്റുകളും സോഷ്യൽ മീഡിയകളിൽ കാണാം. ടീം സെലക്ഷന് പുറമെ ഗംഭീർ എന്ന കോച്ചും പലയിടത്തും തിരുത്തപ്പെടേണ്ടതാണെന്ന വാദവും ഉയരുന്നുണ്ട്. കാരണം ഗംഭീർ പരിശീലക പദവിയിൽ എത്തിയ ശേഷം ഇന്ത്യ ആകെ ജയിച്ചത് ഒരു ടെസ്റ്റാണ്. 7 എണ്ണം തോറ്റു. അടിച്ചു കളിച്ച് ചില ദിവസങ്ങളിൽ ടീം 100 റൺസിൽ പുറത്തായാലും അതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഗംഭീർ തന്റെ അടവുകൾ ഇനി മാറ്റുമോ എന്നും കണ്ടറിയണം. ഏതായാലും പിഴവുകളിൽ നിന്ന് പാഠം പഠിച്ച് ഇന്ത്യ വിജയവഴിയിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജൂലൈ 2-ന് നടക്കുന്ന അടുത്ത ടെസ്റ്റിൽ തന്നെ അത് കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.